എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോടും മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആര്യനും ശരണും കൂടെ സംസാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഈ സമയത്ത് ശരണ ആര്യനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മിത്രയുടെ കാര്യത്തില് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാം. മിത്രയുടെ വീട്ടിലേക്ക് വിളിച്ചു പറ, അവളിവിടെ ഈ ഗുരുവായൂരുണ്ടെന്ന്, അവളുടെ വീട്ടുകാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോട്ടെ എന്ന് പറയാം. ഇത് കേട്ടത് ആര്യം പറഞ്ഞേ, അത് ശരിയാവും തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒരു പക്ഷേങ്കിൽ അവര് സംശയിക്കും ഞങ്ങളെ. അത് വേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ ധർമ്മമാമനോട് വിളിച്ച് കാര്യങ്ങൾ പറയാം. മിത്ര ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയാം. ഇനിയിപ്പം ഞാൻ അവരെ വിളിച്ച കൃഷ്ണമംഗലത്തുള്ളവരെ വിളിച്ച അത് വല്ലാത്ത പ്രശ്നവും. ധർമ്മമാമൻ പോയി അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ എന്ന് പറയാം. എന്നാൽ ശരിയാ, അതൊരു നല്ല കാര്യ. എത്രയും പെട്ടെന്ന് അതങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ആ കുട്ടിയുടെ ജീവൻ ഇനി അപകടത്തിലായിരിക്കും എന്ന് പറയാം. അങ്ങനെ ധർമ്മനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്ത് ഡയൽ ചെയ്യാൻ തുടങ്ങുകയാണ്. പെട്ടെന്നാണ് അങ്ങോട്ട് നന്ദനം വന്ന ആ ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ച്. ഇത് കണ്ടത് ആരും ചോദിച്ചു, എന്താ എന്താ നന്ദനം നീ കാണിച്ചെന്ന് ചോദിക്കാം. അതെ, ഞാൻ ഫോൺ എടുക്കാൻ മറന്നു, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ വിളിക്കാണ്ടെന്ന് പറയാം. ഇത് കേട്ടെന്ന് ശരൺ പറഞ്ഞു, ദേ അതിനേക്കാളും അത്യാവശ്യപ്പെട്ട് നിൽക്കും ആര്യന്. ദേ ആ ഫോൺ അങ്ങോട്ട് കൊടുക്കാൻ പറയാണ്. എന്താ, നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ പിന്നെ എനിക്ക് ആ ഫോണൊന്നും വിളിക്കാൻ തന്നാൽ എന്താ കുഴപ്പം? ആര്യം പറഞ്ഞു, അല്ലേ തന്നെ ഇവിടെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലാ. ദേ കളിക്കാതെ നന്ദന ഫോൺ ഇങ്ങോട്ട് തരാൻ പറയണം. ഫോൺ തരാം, നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമമാണെന്ന് തോന്നല്ലോ എന്ന് ആര്യനെ നോക്കിക്കൊണ്ട് പറയാണ്. എന്താണെങ്കിലും എന്നോട് പറ. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറയാം. ഓ, അപ്പൊ ഞാൻ നിനക്ക് അന്യനായില്ലേ? നമ്മൾ തമ്മിൽ അങ്ങനെയല്ലായിരുന്നല്ലോ, 2-3 ദിവസമായിട്ട് നല്ല പരിചയമായിരുന്നല്ലോ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുള്ളതല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് ശരൺ പറഞ്ഞു, ഇതൊന്നും അല്ല, വേറെ പ്രശ്നമാന്ന് പറയണം. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ആര്യനോട് ചോദിച്ചു, എന്താ ആകാശേട്ടൻ ഒരു പെണ്ണെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ, അതുപോലെ തന്നെ വേറെന്തെങ്കിലും സംഭവവികാസങ്ങളാണോ, കല്യാണക്കാര്യം വല്ലതും ആണോ എന്ന് ചോദിക്കുക. ഇത് കേട്ട പെട്ടെന്ന് ആര്യം പറഞ്ഞു, അതെന്താ നന്ദൻ അങ്ങനെ പറഞ്ഞേ? ആകാശേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, ആര്യന് നല്ല മറവിയുണ്ട് കേട്ടോ. അതെ, എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ കടയിൽ വെച്ച് ആകാശേട്ടന്റെ കാര്യങ്ങളും എല്ലാവരുടെയും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോ ആര്യൻ ഇങ്ങനെ ആലോചിച്ചു, താൻ അവരെ കുറിച്ചൊക്കെ നന്ദനോട് പറഞ്ഞിട്ടുണ്ടോ? ഒരെത്തും വഴിയൊന്നും കിട്ടുന്നില്ലോ, എന്താണെന്നറിയത്തില്ല. പെട്ടെന്ന് തന്നെ നന്ദനം പറഞ്ഞ്, ആലോചിക്കൊന്നും വേണ്ട, ഇനിയിപ്പൊ എന്നോട് പറയാൻ പറ്റാത്ത വല്ല കാര്യങ്ങളും ആണെങ്കിൽ പറയണ്ട കേട്ടോ എന്ന് പറയണം. ഈ സമയം ശരൺ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ആര്യന്റെ ഒരു അമ്മാവന്റെ മോള് ഒളിച്ചോടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവൾ ഇവിടെ ഗുരുവായൂരുണ്ടെന്ന് പറയണം, ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവൾ ഇവിടെ എത്തിയ കാര്യം ഇവന്റെ മാമനോട് വിളിച്ച് പറയാനായിട്ട് തുടങ്ങുമായിരുന്നു, അതായിരുന്നു പറയാ. ഇത് കേട്ടെന്ന് നന്ദനം പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ. അതെ ആര്യ, നീ എന്ത് ബുദ്ധിമോശയെ കാണിക്കാൻ പോണേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് സഹിക്കുവോ? ആ കുട്ടിയുടെ സമ്മതത്തോട് കൂടിയിട്ടാണോ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു പറയണമെന്ന് ചോദിക്കുക. അതിനിപ്പോ എന്തിനാ അവളുടെ സമ്മതം ചോദിക്കുന്ന ആര്യം ചോദിക്കുക. പിന്നെ സമ്മതം ചോദിക്കാതെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവൾ ആ വീട്ടിലേക്ക് പോകാൻ തയ്യാറാകുമോ? ഒരു പക്ഷെങ്കിൽ അവൾ മിക്കവാറും ജീവനും കൂടെ ഒടുക്കിയെന്ന് വരും. അതുകൊണ്ടാ പറയണേ, അവളുടെ സമ്മതത്തോട് കൂടിയല്ലാതെ അവളുടെ വീട്ടുകാരെ അറിയിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല ആര്യന്. ശരണം വിളിച്ചു, അത് ശരിയായിട്ടുള്ള കാര്യം ആര്യ. ഒരു പക്ഷേങ്കില് അവളുടെ വീട്ടിൽ വിളിച്ച് പറയുന്നതിന് മുമ്പ് അവളുടെ സമ്മതം ചോദിക്കുന്നത് നല്ലതെന്ന് പറയാം. ഈ സമയം നന്ദന ഫോൺ തിരികെ ആര്യന്റെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാനുള്ള പറഞ്ഞു, ഇനിയിപ്പം എല്ലാം ആര്യന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരികെ നടക്കുവാണ്. ഈ സമയം മിത്ര ആകെപ്പാട് സങ്കടത്തിലാ. മിത്രയോട് ഗോമതി ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് പോകാൻ മോളെന്ന് പറയണം, നിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടേ ആക്കാന്ന് പറയാം. പെട്ടെന്ന് തന്നെ മിത്ര പറഞ്ഞില്ല, ഞാൻ വരില്ല, ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് പറയണം. എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കണ്ട, ഞാൻ വരത്തില്ല എന്ന് പറയണം. അപ്പൊ നിനക്ക് ആ ചതേന്റെ കൂടെ പോയി ജീവിക്കാനായിരുന്നു ഇഷ്ടമല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടത് മിത്ര പറഞ്ഞു, എനിക്ക് അവൻ ചതേനൊന്നും അറിയില്ലായിരുന്നു അമ്മേ, അതുകൊണ്ടല്ലേ. വേണ്ട, ഇനിയിപ്പം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, ഞാൻ വരത്തില്ല എന്ന് പറയാം. പെട്ടെന്ന് തന്നെ ജാനകി പറഞ്ഞു, അവൾക്ക് നിർബന്ധമില്ലെങ്കിൽ പിന്നെ അവൾക്ക് ഇഷ്ടമില്ല, പിന്നെ അവൾ എന്തിനാ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നത്, ആ വീട്ടിലേക്ക് പോയി വിടുന്നേന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ഇഷ്ടമില്ലെന്ന് വിളു പറയുന്നുണ്ട്. അതെ, ഇവൾ ഈ പരിപാടി കാണിച്ചതിന്റെ പേരില് അനന്തേട്ടൻ എന്താ ചെയ്തെന്നറിയോ? അനന്തേട്ടൻ ആത്മഹത്യ എന്ന് പറയാണ്. ഇത് കേട്ടൊന്നും മിത്രം ഞെട്ടി. എന്താ അപ്പച്ചി പറഞ്ഞേ? അതെ, നിന്റെ അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചായിരുന്നു, ഭാഗ്യം കൊണ്ട് കൃത്യസമയത്ത് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന എനിക്കറിയാവോ? അത്രയ്ക്ക് സ്നേഹമാണ് നിന്നോട്, എന്നിട്ടാണ് നീ പറയുന്നേ നീ ആ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയണേ. ഇതോടെ കേട്ട് ഞാൻ ഇത്ര വാവിട്ട് നിലവിളിക്കാൻ ഇല്ല, ഞാൻ പോകത്തില്ല ഇനി അങ്ങോട്ട്. എനിക്ക് ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല, എനിക്ക് ആരെ ഫേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിലും ഞാൻ എന്തിനു ഇനി അങ്ങോട്ട് പോകണം? എല്ലാവരും എന്നെ കുറ്റക്കാരിയായിട്ടല്ലേ കാണുകയുള്ളൂ, ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്നല്ലേ പറയുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെയാ വീട്ടിലേക്ക് ചെന്ന് കയറുന്നേ? വാവിട്ട് നിലവിളിക്കുവാണ്. ഈ സമയം കാവ്യ പറഞ്ഞു, ദേ മിത്ര എങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് മിത്രനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം, ഞങ്ങൾ വെച്ച് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സമയം ഗോമതി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ജാനിയടത്തി, ഗുരുവായൂരപ്പനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ മതി എന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു,
അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക, എല്ലാത്തിനും ഗുരുവായൂരപ്പൻ ഒരു മാർഗം കാണിച്ചു തരുമെന്ന് പറയാം. ഈ സമയം കാവ്യ മിത്രയോട് പറഞ്ഞു, അതെ മിത്ര ഇങ്ങനെ സങ്കടപ്പെട്ട് കാര്യമില്ല കേട്ടോ, വീട്ടിലേക്ക് തിരികെ പോണം. അതെ ഒന്നുമല്ലേലും അപ്പച്ചിയുടെ കൂടെയല്ലേ പോകുന്നേ, അപ്പച്ചി കൊണ്ട് മിത്രനെ വീട്ടിലേക്ക് വിട്ടോളും, ഒന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ കുഴപ്പം, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് മുറിയുടെ അടുത്ത് എത്തിയതും മിത്ര പെട്ടെന്ന് എന്ത് ചെയ്യണം, മുറി തുറന്നിട്ട് അകത്തേക്ക് ഒരു പെട്ടെന്ന് അങ്ങോട്ട് കഥ അടയ്ക്കുവാണ്. ഈ സമയം കാവ്യ കഥ തുറക്കാൻ മിത്ര എന്ന് പറഞ്ഞ കഥയെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മിത്ര കഥ തുറക്കാൻ കൂട്ടാക്കില്ല. കാവ്യ ഓടി മുറിയിലേക്ക് ചെല്ലുവാണ്. പിന്നീട് ജാനകിയോടും ഗോമതിയിലേക്ക് ആയിട്ട് പറഞ്ഞു, അതെ മിത്ര കയറി കഥ അടിച്ചു, ഞാൻ വിളിച്ചിട്ട് കഥ തുറക്കുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടും ജാനകി എന്റെ ഗുരുവായൂരപ്പ ചതിച്ചല്ലോ എന്ന് പറഞ്ഞ് അവരോടി വന്നിട്ട് കഥയെ മുട്ടി തുറക്കും മിത്ര എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചോണ്ടിരിക്കുക. പക്ഷെ മിത്ര കഥ തുറന്നില്ല. അവൾ ആ ഷോള് വെച്ച് ഫാനയിലേക്ക് അങ്ങോട്ട് കുരുക്കിട്ടു. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ഈ സമയത്ത് ശരണം ആരും കൂടെ അങ്ങോട്ട് വന്ന്, എന്താമ്മേ എന്താ കാര്യം? അത് മിത്ര അകത്ത് കയറി കഥ അടച്ചു, കഥ തുറക്കുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടത് ആര്യൻ എന്ത് ചെയ്യുവാണ്, ആ കഥയിൽ അങ്ങോട്ട് കുറെ ചവിട്ടുവാണ്. അങ്ങനെ ചവിട്ടി കഴിയുമ്പോൾ കഥ തുറന്നു വന്നപ്പോൾ കാണുന്ന കാഴ്ച കുരിക്കലേക്ക് കഴുത്ത് ഇട്ട് മുറുക്കാൻ തുടങ്ങുന്ന മിത്രേനെയാണ്. പെട്ടെന്ന് തന്നെ മിത്രേനെ താഴേക്ക് വലിച്ചിറക്കി എല്ലാവരും കൂടെ കൂടിച്ചേർന്ന്. പിന്നീട് ഗോമതി എന്ത് എന്താ മോളെ നീ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കുക. എനിക്ക് ജീവിക്കേണ്ട അപ്പച്ചി, എനിക്കിനി ജീവിക്കേണ്ടെന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു, എന്താ മിത്ര ഇത്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞങ്ങൾ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. നീ ബോൾഡ് ആയിട്ടൊരു കുട്ടിയല്ലായിരുന്നോ, നിനക്കിത് എന്ത് പറ്റി? എനിക്കിനി ആരുടെ മുന്നിൽ നാണം കെട്ട് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയണം. അത് കേട്ടതും ഗോമതി പറഞ്ഞു, ഞാൻ ഒന്നും സാരമില്ല മോളെ, എല്ലാവരും ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. ഇതുവരെ അവൻ എന്റെ ദേഹത്ത് തൊടാൻ പോലും സമ്മതിച്ചില്ല. അത് പക്ഷെ എനിക്കല്ല അറിയത്തുള്ളൂ. പക്ഷെ നാട്ടുകാർ വേറെ രീതിയിലായിരിക്കും പറയണേ. എല്ലാവരുടെയും പരിഹാസത്തിന്റെ ഒരു കഥാപാത്രമാകാനായിട്ട് ഞാൻ ഒരിക്കലും അങ്ങോട്ട് ചെല്ലത്തില്ല. എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും നാണക്കേടുണ്ടാകുന്നില്ല. അതുകൊണ്ട് എനിക്കിനി ജീവിക്കേണ്ടെന്ന് പറയാം. പെട്ടെന്ന് ഗോമതി പറഞ്ഞത് മിത്ര ഞാനാ പറയണേ. പക്ഷെ ഗോമതി പറഞ്ഞൊന്നും മിത്ര കേൾക്കാനും കൂട്ടാക്കിയില്ല. ഈ സമയം ഗോമതി ആരിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നീ മീനാക്ഷിയൊക്കെ ഇവളെ നോക്കിക്കണം, മിത്രയെ നോക്കിക്കണം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയം മിത്രനെ അവരൊക്കെ ചേർന്ന് ആശ്വസിപ്പിച്ചോണ്ടിരിക്കുക. പിന്നീട് ഗോമതി നേരെ ഗുരുവായൂരപ്പൻ നടയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ഗുരുവായൂരപ്പ, എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എനിക്ക് നിന്നോടല്ലാതെ പറയാൻ പറ്റില്ല, അറിയാലോ. എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാനങ്ങ് നടത്താൻ പോവാ. നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം, അറിയാലോ. എനിക്ക് നീയേ തുണയുള്ളൂ. ഇനിയിപ്പം നിന്നോടല്ല, ഞാൻ മറ്റാരോടും ഇത് പറയുന്നില്ല. ഞാൻ അങ്ങനെ തീരുമാനം എടുക്കുക. എന്ത് തന്നെയാണല്ലോ എൻ്റെ തീരുമാനത്തിനൊപ്പം നീ ഉണ്ടായിരിക്കണം എന്ന് കരഞ്ഞു പറഞ്ഞിട്ട് ഗോമതി എങ്ങ് തിരിഞ്ഞു നിന്ന് നന്ദനെ അങ്ങോട്ട് അരിയിലേക്ക് വന്നു. നന്ദനം വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ, അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും. ഒന്നുമില്ല. അമ്മ എന്തോ ഒരു പ്രശ്നത്തിലല്ലേന്ന് ചോദിക്കും. എനിക്ക് മനസ്സിലായി അമ്മയുടെ മനസ്സിലെ വിഷമം എന്താന്നുള്ളത്. അമ്മേ, നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകണം. എനിക്ക് ഒത്തിരി മനസ്സിന് വിഷമം ഉണ്ടാകുന്ന സമയത്ത് ഞാനിവിടെ ഗുരുവായൂരപ്പന് മുന്നിൽ വരും. എന്നിട്ട് എൻ്റെ മനസ്സിൽ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കും. അതൊക്കെ നല്ല തീരുമാനങ്ങളായിരിക്കും. ഇവിടെ വെച്ചെടുക്കുന്ന തീരുമാനങ്ങളല്ലേ. അതെ, അമ്മയുടെ തീരുമാനം അർജുന്റെ അസ്ത്രം പോലെ ആയിരിക്കണം. വേറെ എങ്ങോട്ടും പാളിപ്പോവരുത്. ആ കൃത്യ ലക്ഷ്യത്തിൽ തന്നെ ചെന്ന് കൊള്ളണം. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയിക്കോ. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. നന്ദന പറയണേ. നന്ദനം പറഞ്ഞ വാക്കുകളൊന്നും ഇതിലായിട്ടും പാഴായിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടത് ഗോമതിക്ക് ഒരു ആശ്വാസമൊക്കെ വന്നു, ഒരു ധൈര്യമൊക്കെ കിട്ടി നന്ദൻ അങ്ങനെ പറഞ്ഞിട്ട്. പിന്നീട് ഗോമതി തിരികെ ഹോട്ടലിലേക്ക് പോവാണ്. ഈ സമയം നന്ദൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ അങ്ങോട്ട് പോവാണ്. പിന്നീട് ഗോമതി എന്ന് കഴിഞ്ഞപ്പം അവിടെ മിത്ര ഉണ്ടായിരുന്നു. അപ്പം മിത്രനെ ഒന്ന് നോക്കി പോലില്ല. ഗോമതി എന്നിട്ട് മീനാക്ഷിയോട് പറഞ്ഞു, അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയണം. പെട്ടെന്ന് മീനാക്ഷി എന്താമ്മേ നീ ഇങ്ങോട്ട് വന്നേ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അല്ല അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞ് അത് പറയാം. അതെ ആര്യനും കൂടെ വരട്ടെ എന്ന് പറയണം. അങ്ങനെ മുറിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറച്ച് കഴിയുമ്പത്തിന് ആര്യം വന്നു. അമ്മ എന്താ അമ്മയ്ക്ക് പറയാനുള്ളേ? അതെ വീട്ടിലേക്ക് വിളിച്ച് പറയുന്ന കാര്യമാണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പം തന്നെ വിളിച്ചു പറയാന്ന് പറയണം. അതല്ല പിന്നെ എന്താ, അറിയാലോ മിത്ര എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. അതുപോലെ തന്നെ എൻ്റെ അനന്തേട്ടനും അച്യുതേട്ടനും. അവർക്ക് ഒന്നും സംഭവിക്കാണ്ട് ഒരിക്കലും ഞാൻ തീരുമാനം എടുക്കില്ല, ചിന്തിക്കുന്ന പോലില്ല. ഒരു പക്ഷേങ്കിലും മിത്രയുടെ ജീവിതം ഇങ്ങനെയായി തീർന്നാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചെന്ന് പറയാം. മിത്രയുടെ ജീവിതം ഒരിക്കലും നശിച്ചു പോവരുത്. നാളെ ഒരു പക്ഷേങ്കിൽ ഇവളുടെ പേരിൽ എന്തെങ്കിലും പഴി കേട്ടതിൻ്റെ പേരിൽ എൻ്റെ അനന്തേട്ടനും അച്യുതേട്ടനും ഒരു ദുഃഖവും ദുരിതമൊന്നും ഉണ്ടാവരുത്. നല്ല രീതിയിൽ തന്നെ മിത്ര ജീവിക്കണം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, അല്ല അവളെ കൊണ്ട് നമുക്ക് വേറെ നല്ലൊരു വിവാഹം കഴിപ്പിക്കാമേ. അതൊന്നും ശരിയാത്തില്ല. പിന്നെ എന്താ അമ്മയുടെ തീരുമാനം? അമ്മ എന്താണെങ്കിലും അമ്മയുടെ തീരുമാനം എന്താന്ന് പറ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ഗോമതി ഞാൻ എന്ത് തീരുമാനം എടുത്താലും നീ എൻ്റെ ഒപ്പം നിൽക്കത്തില്ലേ ആര്യാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ആര്യം പറഞ്ഞു, അമ്മ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അമ്മയുടെ ഒപ്പം നിൽക്കുമെന്ന് പറയണം. എന്നാൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം എന്ന് പറയാം. എന്താ അമ്മ കാര്യം ചോദിക്കുകയാണ്. ഈ സമയത്ത് ഗോമതി പെട്ടെന്ന് പറഞ്ഞു, അതെ
ഞാൻ പറയുന്ന അനുസരിക്കുമല്ലോ, നീ വാക്ക് തരാൻ പറയണ. ദേ അമ്മ കാര്യം പറ, ഞാൻ എന്താന്ന് വെച്ചാൽ വാക്ക് തരാന്ന് പറയാണ്. ഇത് കേട്ടതും ഗോമതി ആ കാര്യം പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങുവാണ്. എന്താ കാര്യം പറയുന്ന അറിയത്തില്ലാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് ആര്യനും മീനാക്ഷി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ട, ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.